ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ടന്റ് ടി വിയെ കൂടി ഫോക്കസ് ചെയ്യുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നല്ല ഒരു ശതമാനം വാച്ച് ടൈം ഇപ്പോൾ ടി വിയിലൂടെ വ്യൂ ചെയ്യുന്നതിൽ നിന്നും ക്രിയേറ്റേഴ്സിന് ലഭിക്കുന്നുണ്ട്. ഒട്ടുമിക്ക വീടുകളിലും ടി വി എല്ലാം ഇപ്പോൾ സ്മാർട്ട് ടി വിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേർ ഇപ്പോൾ പുതുതായി വാങ്ങുന്ന ടി വിസ് എല്ലാം സ്മാർട്ട് ടി വി ആണ് പർച്ചേസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ യൂട്യൂബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് വീഡിയോസ് എല്ലാം ടി വിയിൽ കാണുന്നത് ഇപ്പോൾ കൂടി വരികയാണ്. ഇതിനാൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇത് ടി വിയിലേക്ക് കൂടി ഫോക്കസ് ചെയ്യുന്ന തരത്തിൽ വേണം നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. അതുപോലെ നമുക്ക് എത്ര വ്യൂസ് എല്ലാമാണ് ടി വിയിലൂടെ വന്നിരിക്കുന്നത് എന്ന് അറിയാൻ നമുക്ക് സാധിക്കും. ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അതിൽ അനലറ്റിക്സ് എന്നതിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് മോഡ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജ് ലഭിക്കും. ഇവിടെ നിന്നും മോർ എന്ന ഓപ്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിവൈസ് ടൈപ്പ് എന്ന് സെലക്ട് ചെയ്യുക. ഇത്തരത്തിൽ ഫിൽട്ടർ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ടി വിയിൽ നിന്നും എത്ര വ്യൂസ് എല്ലാം നമുക്ക് ലഭിച്ചു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ടി വി മാത്രമല്ല, മൊബൈലിൽ നിന്നും നമുക്ക് ലഭിച്ച വ്യൂസ്, കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് ലഭിച്ച വ്യൂസ്, ടാബ്ലറ്റിൽ നിന്നും നമുക്ക് ലഭിച്ച വ്യൂസ്, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഇവിടെ 28 ദിവസത്തിൽ വന്നിരിക്കുന്ന വ്യൂസാണ് ഞാനിത് ഫിൽട്ടർ ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ തന്നെ വേറെ ഒരു ചാനലാണ്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന വ്യൂസാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാവരും ഇപ്പോൾ സ്മാർട്ട് ടി വിയിലേക്കെല്ലാം അപ്ഗ്രേഡ് ചെയ്യുന്നതിനാൽ തന്നെ ഇനി ടി വിയിൽ നിന്നുള്ള വ്യൂസ് എല്ലാം വളരെയധികം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയാണ്. നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനെല്ലാം ശ്രദ്ധിക്കുക. കാരണം സ്മാർട്ട് ടി വിയിലെല്ലാം നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നല്ല ക്ലാരിറ്റിയോട് കൂടി വീഡിയോസ് എല്ലാം വരുമ്പോഴാണ് കൂടുതൽ വ്യൂവേഴ്സ് എല്ലാം നമുക്ക് ലഭിക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് 4K ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു ഡിവൈസ് ആണെങ്കിൽ 4Kയിൽ തന്നെ നിങ്ങൾ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുക. ഇത്തരത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഓറിയൻ്റായി നോക്കുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടി വിയിലെല്ലാം നമ്മുടെ വീഡിയോസ് എല്ലാം കാണിക്കുമ്പോൾ തംബ്നെയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാൽ തന്നെ നല്ല ഹൈ ക്വാളിറ്റി തംബ്നെയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഇത്തരത്തിലെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാരണം വേഗത കൂടിയ ഇൻ്റർനെറ്റ് എല്ലാം വരുമ്പോൾ, അതായത് 5G ടെക്നോളജിയിലേക്കെല്ലാം മാറുമ്പോൾ സ്മാർട്ട് ടി വിയുടെ എല്ലാം ഉപയോഗം കൂടുകയാണ് ചെയ്യുക. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ കൂടി കണ്ടുകൊണ്ട് നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ചാനലിലേക്ക് നല്ല ഗ്രോത്ത് എല്ലാം കൊണ്ടുവരാൻ സഹായിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്